Hi everyone, welcome back to my channel. Today we are going to learn about the maximum positive deviation method by Rafi Russell. So let's start. By the end of this video, you will understand the entire concept of Rafi Russell. വ്യൂവറിൻ്റെ മെത്തേഡിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് 1956 റാഫിയുള്ള മാക്സിമം പോസിറ്റീവ് ഡീവിയേഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. To the functional classification of towns എന്ന പുള്ളിയുടെ വർക്കിലാണ് പുള്ളി ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ വ്യൂവറിൻ്റെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ക്രോപ്സ് ഒരു സ്പെസിഫിക് റീജിയനിൽ ഉള്ളതായിട്ട് തന്നെയാണ് പുള്ളി പറയുന്നത്. എന്നിരുന്നാലും എന്താ പറയുക, അത് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് അഗ്രികൾച്ചറിൻ്റെ നേച്ചറിനെ കാണിക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇപ്പോൾ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇപ്പോൾ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, അതായത് എന്താ പറയുക, ഇപ്പം ഒരു റീജിയൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രോപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഒരു ഫാമർ കൃഷി ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഇപ്പം വെജിറ്റബിൾസും, ഇപ്പോൾ റൈസിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും എന്താ പറയുക, നമ്മുടെ ഈൽഡ് കൂട്ടാനും ഇൻകം കൂട്ടാനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ ഇതിന് പുള്ളി ഈ ടെക്നിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും D is equal to the square root of summation D square P minus D square N the whole divided by N square. അതിൽ D എന്ന് പറയുന്നത് ഡീവിയേഷനും, DP എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഫറൻസും, DN എന്ന് പറയുന്നത് നെഗറ്റീവ് ഡിഫറൻസ്, N സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഓഫ് ക്രോപ്സ്. ഈ ഫോർമുല നമ്മൾ അത് എന്താ പറയുക, വാല്യൂസ് ഇട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ ഫോർമുല നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് മാറുന്നത്. ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു വെക്കാനാണെന്നുണ്ടെങ്കിൽ, ഓർ റാഫിയുള്ള മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കാനാണെങ്കിൽ ജസ്റ്റ് ഈ ഫോർമുല മാത്രം മതിയാവും. റാഫിയുള്ള മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി എന്താ പറയുക, വ്യൂവറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റും ഒബ്ജക്റ്റീവും സയൻറ്റിഫിക്കുമായിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് അവിടുത്തെ കപ്പാസിറ്റിയൊക്കെ ഹാൻഡിൽ ചെയ്യാനും അത് കണ്ടുപിടിക്കാനും ഒക്കെ ഈ റാഫിയുള്ള മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഓൾസോ അഗ്രികൾച്ചറൽ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാം. ആദ്യം ഒരു ഫീൽഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മോണോക്രോപ്പ്, അതായത് ഏതെങ്കിലും ഒരു ക്രോപ്പ്, അതായത് ഹൈ ഈൽഡുള്ള ഒരു ക്രോപ്പ് നമ്മൾ എടുക്കുകയാണ്. അപ്പം അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ തന്നിട്ടുണ്ട്. ആൻഡ് 2 ക്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ മെയിൻ ക്രോപ്പും പ്ലസ് ഏറ്റവും കുറച്ചുകൂടി പെർസെൻറ്റേജ് കൂടിയ ക്രോപ്പ്. ആൻഡ് 3 ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽഡിൽ 3 ക്രോപ്പ്, 4 ക്രോപ്പ്, അതായത് നമ്മുടെ ഒരു ഫീൽഡ് എടുക്കുമ്പോൾ 4 ക്രോപ്പാണുള്ളെങ്കിൽ അങ്ങനെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മീഡിയം വാല്യൂ ഓഫ് തിയററ്റിക്കൽ ബേസ്, അത് ഒരു ക്രോപ്പിന് 50% വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2 ആകുമ്പോഴത്തേക്കും 25 വെച്ച് ഡിവൈഡായി 3 ക്രോപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ 50യെ by 3 ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ മൈനസ് പെർസെൻറ്റേജ് ഓഫ് മീഡിയം വാല്യൂ ഓഫ് തിയററ്റിക്കൽ ബേസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത് D2P ആൻഡ് D2N എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഡിഫറൻസിൻ്റെ സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓൾസോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ D2 എന്നും D2 Pയും കണ്ടുപിടിക്കുന്നത്. നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ D2 N, പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ D2 Pയിലോട്ട് പോകും. അടുത്ത് ഇതിൻ്റെ സമ്മേഷൻ വരുമ്പോഴത്തേക്കും ആദ്യത്തെ മോണോക്രോപ്പ് ആയതുകൊണ്ട് സെയിം വാല്യൂ താഴെ വരും. അടുത്തത് 2 ക്രോപ്പിലും രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളതായതുകൊണ്ട് അതിനെ ആഡ് ചെയ്ത് നമ്മൾ എഴുതും. മൂന്നാമത്തെ നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്, അപ്പോൾ അത് നമ്മളങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർമുലയിൽ ഇതങ്ങ് അപ്ലൈ ചെയ്ത് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ക്രോപ്പാണ്, ഇപ്പോൾ ആദ്യത്തെ ടേബിളാണെങ്കിൽ ഇപ്പോൾ 6.9 by 1, രണ്ടാമത്തേത് ആകുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, അങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യുന്നതിലൂടെ എന്താ പറയുക,
ഈ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഈസിലി അക്സസിബിൾ ആവാനും അടുത്ത അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ റാഫിയുള്ള മെത്തേഡിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ ഇൻ ദ കമൻസ്. സോ താങ്ക് യു ഫോർ